ജ്വല്ലറിയൊക്കെ ഇട്ട് അതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഫുൾ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മേക്കപ്പ് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് എങ്ങനെ നമുക്കൊരു പാർട്ടി വെയർ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഹെയർ സ്റ്റൈൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ടോങ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് ഹെയർ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആക്സസറീസ് വന്നിട്ട് ഈ കമ്മൽ മാത്രമാണ് പെയറായിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വേറെ മാലയോ ഒന്നും ഞാൻ ഇതിനായിട്ട് ഇടുന്നില്ല. വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം നോക്കാം. ഫേസ് നന്നായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്ത് TNW എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ്. എൻ്റെ സ്കിൻ നോർമൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. മോയ്സ്ചറൈസറായിട്ട് ഫേസ് ഷോപ്പ് എന്ന ബ്രാൻഡിൻ്റെ കൊളാജൻ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാട്ടോ. നമ്മൾ അതുപോലെ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ് ഇത്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്താൽ മതി. എക്സസ് പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും കൂടെ നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്ന മേക്കപ്പ് അധികം പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെയുള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ കയ്യിൽ എന്താണേലും അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും നല്ലൊരു ഐ ജെല്ലോ അല്ലെങ്കിൽ ഐലൈനറോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പം ഇതിൻ്റെ ബ്രാൻഡ് നിങ്ങൾ നോക്കണ്ട. എൻ്റെ കയ്യിലുള്ളത് കുറേ ഹൈഫൈ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, കാരണം ഞാൻ മേക്കപ്പ് പ്രൊഫഷണലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ബ്രാൻഡാണ്, ഏതും ആയിക്കോട്ടെ, ലാക്മേയോ മെബിലിനോ എന്തും ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് മേക്കപ്പിൽ യൂസ് ചെയ്തിരിക്കണം, കാരണം നമ്മുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്ത് പോകാനും ഒക്കെ വളരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡെർമാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ്. ഇതെൻ്റെ എല്ലാ വീഡിയോസിലും തന്നെ കാണാറുള്ള ഒരു സൺസ്ക്രീൻ ആണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ആണെങ്കിലും വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. അതാണ് വൺ ഓഫ് ദി മേജർ റൂൾ ഓഫ് മേക്കപ്പ്. ഒന്നെന്ന് പറയുന്നത് ബ്ലെൻഡ് ചെയ്യുക, രണ്ടാമത് നന്നായിട്ട് അബ്സോർബ് ആവാനുള്ളൊരു ടൈം കൊടുക്കുക സ്കിന്നിലേക്ക്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രൈമർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ സൺസ്ക്രീനും ഒഴിവാക്കാതിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പിൻ്റെ അടുത്ത മേജർ സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തായിട്ട് നമ്മൾ പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പാക്കിൻ്റെ പ്രൈമറാണ്, പാക്കിൻ്റെ അല്ലെങ്കിൽ PACയുടെ പ്രൈമറാണ്. ഈ പ്രൈമർ വന്നിട്ട് നല്ലൊരു മാറ്റ് എഫക്റ്റ് നൽകുന്ന പ്രൈമറാണ്. പോർ പ്രൈമർ ഫ്ലോലെസ് ഫിനിഷ് പ്രൈമർ എന്നാൽ ഫ്ലോലെസ് ഫിനിഷ് നൽകാൻ ഹെൽപ്പ് ചെയ്യും. പണ്ടത്തെ പോലെയല്ല, സാധാരണക്കാരൊക്കെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നിങ്ങളൊരു ഫൗണ്ടേഷൻ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൈമറും കൂടി വാങ്ങുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഫൗണ്ടേഷൻ നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാനും നല്ലൊരു ഫിനിഷിങ് തരാനും ഒക്കെ പ്രൈമർ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്കിന്നൊന്ന് പ്രൈമറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആകട്ടെ, അതിനുള്ളൊരു ടൈം കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ അധികം കറക്റ്റിങ്ങോ കൺസീലിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കി, ജസ്റ്റ് ഒന്ന് ഫെയർ ആക്കി, കണ്ണൊക്കെ ഒന്ന് എഴുതി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള കറക്റ്റിങ്ങോ കളർ കറക്റ്റിങ്ങോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണിൻ്റെ, എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഒരുപാട് ഇങ്ങോട്ട് കൺസീൽ ചെയ്യുന്ന ഒന്നുമില്ല. അപ്പം നോർമൽ ഒരു മേക്കപ്പ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ ടു ഫേസ്ഡിൻ്റെ ഫൗണ്ടേഷനാണ്. ടു ഫേസ്ഡിൻ്റെ ബോൺ ദിസ് വേ അൺഡിറ്റക്റ്റബിൾ മീഡിയം ടു ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഫ്രീ ആണ്, അത്യാവശ്യം നല്ല മാറ്റ് എഫക്റ്റ് നൽകുന്ന ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ സ്കിന്നിന് ഭയങ്കര സ്യൂട്ടബിൾ ആണിത്. ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാനറിൽ വേണം നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നന്നായിട്ട് ബ്രഷ് കൊണ്ടിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നോസിലൊന്നും അധികം ഫൗണ്ടേഷൻ എടുത്തിടരുത്. കാരണം നോസിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കരമായിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും അപ്ലൈ ചെയ്യുക ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുവാണ് വേണ്ടത്. അല്ലാതെ ഇവിടെയോ ഈ കണ്ണിൻ്റെ അടിഭാഗത്തും ഈ നോസിൻ്റെ ഇവിടെയൊന്നും എടുത്ത് ഫൗണ്ടേഷൻ ഡയറക്റ്റ് ഇടരുത്. ഇവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം മിച്ചമുള്ള ഫൗണ്ടേഷൻ മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ടച്ച് ചെയ്യാവുള്ളൂ. ഫൗണ്ടേഷൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ നല്ലൊരു HD ഫിനിഷാണ് കേട്ടോ. അതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ അധികം സ്പോഞ്ച് വെച്ചിട്ടുള്ള ബ്ലെൻഡിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല, നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. കണ്ടോ, നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ് ഈ ഒരു ഫൗണ്ടേഷന്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ പറ്റും. വളരെ നാച്ചുറൽ ഫിനിഷും അതുപോലെ തന്നെ വളരെ കവറേജും ഉണ്ട്. നല്ല ഫേസിന് നല്ലൊരു എൻ്റെ സ്കിന്നാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇട്ടതായിട്ടേ തോന്നുന്നില്ല, അത്രയും നല്ലൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാം ബേജ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇനി നമ്മൾ വളരെ ലൈറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ സെറ്റിംഗ് ചെയ്യുവാണ്. ഒരുപാട് ഹെവി ആയിട്ടല്ല, വളരെ ലൈറ്റായിട്ട് നമ്മുടെ പൗഡർ വെച്ചിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഒരു മാറ്റ് ഫിനിഷ് മേക്കപ്പിലേക്ക് പോകും. സോ അതുകൊണ്ട് നമ്മൾ വളരെ ലൈറ്റായിട്ടേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എനിക്കിപ്പം പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിലും സെറ്റായി പോകുന്നൊരു വിഷയമൊന്നുമില്ല. ഞാൻ അത്രയ്ക്ക് വേർക്കുന്ന ആളല്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, ലൈറ്റായിട്ടൊന്നും പൗഡർ ടച്ചിങ് ചെയ്യാറുണ്ട്. അതിനായിട്ട് നമ്മൾ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC40 ആണ് ഇതിൻ്റെ ഷെയ്ഡ്, സ്റ്റുഡിയോ ഫിക്സ് പൗഡർ പ്ലസ് ഫൗണ്ടേഷൻ. അപ്പോൾ ലൈറ്റായിട്ട് ഒരു ഫെയർനെസ് നമുക്ക് വരും, ഒന്നുകൂടി ഒന്ന് ഫെയർ ആവും ഈ ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ. പേഴ്സണൽ കിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കോമ്പാക്ട് പൗഡറാണിത്. ജസ്റ്റ് ഒന്ന് പ്രൈമർ ഇട്ടിട്ട് ഈ കോമ്പാക്ട് പൗഡർ ബ്രഷിലെടുത്തിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പുറത്തൊക്കെ പോകുന്നതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് പൗഡറാണിത്. ഞാൻ ഈ കോമ്പാക്ട് പൗഡർ ഇങ്ങനെ ജസ്റ്റ് ഒരു പൗഡർ ബ്രഷിൽ ഇങ്ങനെ എടുത്തു. വളരെ കുറച്ച് പൗഡർ മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. പാക്കിൻ്റെ ഈ ഐബ്രോ ജെല്ല് വന്നിട്ട് വാൾനട്ട് വാക്സ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഐബ്രോസ് ഫുള്ളായിട്ട് ഡ്രോ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടത് ജസ്റ്റ് നല്ല ഒരു ആർക്ക്ഡ് ഐബ്രോസാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഫീച്ചർ എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഐബ്രോസ് മാറുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് മാറുവാണ്. ഈ ഐബ്രോസിൻ്റെ ടിപ്പ് മാത്രമാണ് ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടെ ഡ്രോ ചെയ്ത് കൊടുക്കുന്നത് ടിപ്പ് മാത്രമാണ്. എനിക്ക് കുറച്ചുകൂടി ആർക്ക്ഡ് ആയിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐബ്രോസ്. ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി താഴ്ഭാഗം വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസിൻ്റെ ആ ഫീച്ചേഴ്സ് തന്നെ മാറുവാണ്. ബ്രോസ് മാറുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഐ ലുക്ക് മാറുമ്പോൾ തന്നെ ഒരാൾക്കൊരു മോഡൽ ലൈക്ക് ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഐ ജെൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലൈറ്റായിട്ട് ഐ ഷാഡോ ഒന്നും ചെയ്യുകയാണ്. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ മെർക്കുറി ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ്ലി വന്നിട്ട് ഇത് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡൽ ഐ ലുക്ക് ചെയ്യാനാണ് ഈ ഒരു പാലറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഷെയ്ഡ്സ് എല്ലാം വളരെ അമേസിങ് ആണ്. ഇതിൽ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു 2 ഷെയ്ഡ്സാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് കർമ്മ ആൻഡ് ഇത് വന്നിട്ട് ഹോട്ട് മെസ് എന്ന് പറയുന്നൊരു പിങ്കിഷ് ഷെയ്ഡ്സാണ് രണ്ടും.
കുറച്ചുകൂടെ ഒന്ന് ഡീപ്പാക്കി കൊടുക്കാൻ പോവാണ്. ഈ ഒരു എൻ പോർഷനിൽ കുറച്ചുകൂടെ ഒരു ഡെപ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഹോട്ട് മെസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പോർഷനിൽ കുറച്ചുകൂടെ ഡാർക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ഐജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഐജൽ നമ്മൾ മേളിൽ കണ്ണെഴുതുന്നില്ല, താഴെ മാത്രമേ കണ്ണെഴുതുന്നുള്ളൂ. ആ വാട്ടർ ലൈനിൽ മാത്രമേ കണ്ണെഴുതി കൊടുക്കുന്നുള്ളൂ. അതിനായിട്ട് നമ്മൾ ഇൻക്ലോട്ടിൻ്റെ ഐജലാണ് യൂസ് ചെയ്യുന്നത്. ഇൻക്ലോട്ടിൻ്റെ ഐജലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്താണ് കണ്ണെഴുതി കഴിഞ്ഞാൽ. ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബ്ലാക്ക് കളർ കിട്ടുന്ന ഒരു ഐജൽ ഇൻക്ലോട്ടിൻ്റെ ഐജലാണ്. പിന്നെ മാക്കിൻ്റെ ഐജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്മോക്കി ഒരു സ്മഡ്ജ് ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഐജൽ എന്ന് പറയുന്നത് മാക്കാണ്. പിന്നെ മസ്കാരയാണ്. നമ്മൾ ഫേക്ക് ലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് ഫേക്ക് ലാഷൊക്കെ ഒട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അതെ, നമ്മൾ ഫേക്ക് ലാഷ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ലിപ്സാണ് ചെയ്യാൻ പോകുന്നത്. ലിപ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലിപ് ബാം വെച്ചിട്ടോ അല്ലെങ്കിൽ ലിപ് പ്രൈമർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലിപ്പ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മാക്കിൻ്റെ ലിപ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലിപ് ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാക്കിൻ്റെ തന്നെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇത് കുറേ നാളായതാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പറൊക്കെ ഒന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. എനിക്കൊന്ന് എന്തോ ബ്രിക്ക് കളറാണ്. ഇത് ലിപ് ലൈനർ വെച്ചിട്ട് തന്നെ ലിപ്സ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഹൂഡ ബ്യൂട്ടിയുടെ ഐക്കോണിക് എന്ന് പറയുന്ന ഒരു ലിപ് ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ചെറിയൊരു ഗ്ലോ കൊടുക്കാം അല്ലെ ലിപ്സിന്. അതിനായിട്ട് നമ്മൾ ഷാർലറ്റ് ട്രൈബറിയുടെ പില്ലോ ടോക്ക് എന്ന് പറയുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ പിഞ്ച് മീ എന്ന ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ഒരു അടിപൊളി ഗീവ് അവേ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു റെവല്യൂഷൻ HD പ്രോ ഐ ഷാഡോ പാലറ്റ് ഞാൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഗീവ് അവേ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. എൻ്റെ ഈ വീഡിയോ 5 പേർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇപ്പോൾ ഫോളോ ചെയ്യുക. ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയച്ചു തരിക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു പാലറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.